പറയുന്നത് കളവാണെങ്കിൽ അല്ലാഹുവിന്റെ ലഅനത്ത് എന്റെ മേൽ ഉണ്ടാകട്ടെ എന്നുള്ള ശാപപ്രാർത്ഥന നടത്തുകയും ചെയ്യുകയാണ് വേണ്ടത് എന്നും അതോടുകൂടെ ശാപപ്രാർത്ഥന ലിആൻ എന്നാണ് അറബിയിൽ അതിന് പറയുക. ലിആൻ ചെയ്യലോടുകൂടെ ആ ബന്ധം അവിടെ അവസാനിച്ചു. പിന്നെ അവിടെ തുലാഖിന്റെ ഫസ്ഖിന്റെ ഖുൽഇന്റെ ആവശ്യമില്ല. പിന്നെ അവർക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയാനാണ്? ഒരു പെണ്ണിനെതിരെ ഭാര്യ, ഒരു പെണ്ണിനെതിരെ ഭർത്താവ്, അല്ലെങ്കിൽ ഭർത്താവിനെതിരെ ഭാര്യ ആരോപണം ഉന്നയിച്ചാൽ എങ്ങനെയാണ് പിന്നെ അവർക്ക് നല്ല ജീവിതം നയിക്കാൻ സാധിക്കുക? ഒരിക്കലുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇനി അവർ തുടർന്നു പോകാൻ പറ്റുകയും ഇല്ല. ആ സാഹചര്യം വളരെ കൃത്യമായി കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു. ഖുർആനിൽ അല്ലാഹു തആല വീണ്ടും പറയുകയാണ്, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു വഅന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയും, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു. തീർച്ചയായും ഓ മുഅ്മിനീങ്ങളെ, ആരോപണം ഉന്നയിച്ചവരുടെ മേലിൽ അല്ലാഹുവിന്റെ ഔദാര്യവും കാരുണ്യവും ഇല്ലെങ്കിൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅന്നല്ലാഹ തവ്വാബുൻ ഹകീം. അല്ലാഹുവിന്റെ കാരുണ്യമില്ലെങ്കിൽ അവരുടെ ശിക്ഷ വലിയ കഠിന കഠോരമാണ്. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, അല്ലാഹു തആല തൗബ സ്വീകരിക്കുന്നവനും യുക്തിമാനുമാണ്. ആരോപണങ്ങൾ പറയുന്നവർക്ക് വളരെ ശ്രദ്ധിക്കണമെന്ന് ഖുർആൻ വളരെ കൂടുതൽ നമ്മോട് പറയുകയാണ്. ആരോപണങ്ങൾ പറയാൻ പാടില്ലെന്ന് മാത്രമല്ല, കേട്ട ആരോപണം പറഞ്ഞു വരുത്താനും പാടില്ല, വളരെ മോശമാണ്. ഗൈബത്ത് പറയുന്നത് തെറ്റാണ്. അൽ ഗൈബത്തു അശദ്ദു മിനസ് സിനാ. വ്യഭിചാരത്തിനേക്കാൾ ഗൗരവമാണ് ഗൈബത്ത് പറയുക എന്നത്. വ്യഭിചാരത്തിനേക്കാൾ ഗൗരവമാണോ ഗൈബത്ത് പറയുക? അതെ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ, മുസ്ലിമായ മനുഷ്യന്റെ ഗൈബത്ത് പറഞ്ഞാൽ ആ പറഞ്ഞ മനുഷ്യന്റെ സർവ്വ നന്മകളും ഇല്ലാതെയാകുന്നു. പിന്നെ പകരം വരുന്നത് തിന്മകളാണ്. സുബ്ഹാനല്ലാഹ്. ആരാണ് ഗീബത്ത് പറയുന്നത്? നിസ്കാരത്തയമ്പുള്ള പാതിരാവിന്റെ പഴുതിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ആത്മാർത്ഥമായി നിസ്കാരങ്ങൾ, തഹജ്ജുദുകൾ സമർപ്പിക്കുന്ന സർവ്വസമയവും ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് അവിടത്തേക്ക് സ്വലാത്തുകൾ സമർപ്പിക്കുന്ന, അതുപോലെ സർവ്വ ദീനീ കാര്യങ്ങളിലും പങ്കാളിയാകുന്ന ഒരു മുഅ്മിനായ ആണാണോ, ഒരു മുഅ്മിനായ പെണ്ണാണോ മറ്റൊരു മുഅ്മിനെതിരെ ഗീബത്ത് പറഞ്ഞെങ്കിൽ അല്ലാഹു തആല അവന്റെ സർവ്വ നന്മകളുടെയും പ്രതിഫലം ഇല്ലാതെയാക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഒരു ഗീബത്ത് പറഞ്ഞ വ്യക്തി ആ ഗീബത്ത് കാരണം നരകത്തിലാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഗീബത്ത് പറഞ്ഞാൽ പിന്നെ നരകമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു ഈ ഒരൊറ്റ ഗീബത്ത് പറയലോടുകൂടെ നിസ്കരിക്കുന്ന ഒരു പെണ്ണ്, നന്നായി അധ്വാനിക്കുന്നവരാണ്, ആണോ പെണ്ണോ ആരോകട്ടെ, ഒരൊറ്റ മുഅ്മിനായ മനുഷ്യനെതിരെ പറയാം, ആ ആയിഷ കേട്ടുകളോ, എന്താണ് മറ്റേ പെണ്ണുണ്ടല്ലോ ആ പെണ്ണ്, അങ്ങനെ പറഞ്ഞാല് നമ്മൾ പറയുന്നൊരു വർത്താനുണ്ട്. ഇനി നമ്മൾ പറയണില്ലേ, നമ്മളായിട്ട് പറഞ്ഞിട്ട് ഒരു ഗീബത്ത് ആവണ്ട അല്ലേ? നമ്മളൊരു സൂഫിയാക്കരുത്. നമ്മളെന്ന് പറഞ്ഞാൽ നിങ്ങളെ കുറിച്ചല്ല, പൊതുജനങ്ങളെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു സൂഫി അങ്ങനെയുണ്ട്. ഇനി ഞാൻ പറയണില്ല എന്ന് പറഞ്ഞത് എന്തിനാണ്? എന്ന് നമ്മളോട് പറയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നില്ല എന്ന് പറയുന്നത്. എന്നിട്ട് പറയാണ്, അപ്പുറത്തെ മറ്റേ ഓടുണ്ടല്ലോ, ആ ഓട് കുറച്ച് ദിവസമായി ഈ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ എവിടോ രാത്രി കഴിട്ടാൽ തന്നെ ഞാനും കണ്ടിട്ടുണ്ട്. അങ്ങനെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, വേറെ ഒരുത്തനുണ്ടല്ലോ അപ്പുറത്തുള്ള, ഓനുമായിട്ട് എന്തോ ഒരു കളി ഉണ്ടെന്നാ തോന്നുന്നത്. പിന്നെ അത്
സംഭവം എന്താ വസ്തുത അറിയില്ല. അങ്ങനൊക്കെ ഞാൻ കേട്ട്, ഞാൻ എന്നോടേ പറഞ്ഞിട്ടുള്ളൂ, ആരോടും പറഞ്ഞിട്ടില്ല. ഒരു പെണ്ണിനോട് പറഞ്ഞാൽ മറ്റേ പെണ്ണിനോട് പറയും. ഇതുപോലെ തന്നെയാണ് ആണിന്റെയും അവസ്ഥ. ആണിന്റെ അവസ്ഥ ഉണ്ടെങ്കിലും ഇത് ഈ മോഡലല്ല, ശൈലി മാറ്റം. ഓത്ത് പിന്നെ പീഡിക്കൊരായ്മ നിന്നത് എല്ലാവരും കൂടെ ഒന്നിച്ചു പറയണം. പഴയ കാലത്തൊക്കെ വാട്സപ്പ് സജീവമാകുന്നതിന് മുമ്പ് അങ്ങനെയാണല്ലോ അവസ്ഥ. ഇപ്പൊ വാട്സപ്പ് സജീവമായപ്പോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. വാട്സപ്പിലൂടെയാണ് പറയുന്നത്, വലിയ മോശമാണ്. വാട്സപ്പിലൂടെ പറയുന്നത് നേരത്തെ പറഞ്ഞേക്കാൾ വലിയ തെറ്റാണ്. കാരണം പറഞ്ഞത് തിരിച്ചെടുക്കാൻ പോലും കഴിയില്ല. ഡിലീറ്റ് ആക്കിയ പോലെ കേട്ടിട്ടുണ്ട്. എത്ര ആൾക്കാര്, ആയിരങ്ങൾ കേട്ടിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. ഡിലീറ്റ് ആക്കിയാൽ തന്നെയും കേൾക്കപ്പെടുന്നവരുടെ മനസ്സിലേക്ക് അങ്ങനെയുള്ള ഒരു ദുർചിന്ത നമ്മൾ ആരെ കുറിച്ചാണോ പറയുന്നത് അവരെ കുറിച്ച് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് അർത്ഥമാണുള്ളത്? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു മുഅ്മിനിക്ക് ഒരിക്കലും തന്നെ ഒരു ആണിനെയോ ഒരു പെണ്ണിനെയോ ഗീബത്ത് പറയാൻ കഴിയില്ല. അപ്പൊ ശരിയായി സംഭവിച്ചത് നമ്മളാണ്. അങ്ങനെ മോശപ്പെട്ട് അത്ര സിനയിലേക്കൊന്നും ഉണ്ടായിട്ടില്ല. ഇടയ്ക്കിങ്ങനെ ബൈക്കിലേക്ക് പോകുന്നതും മറ്റാളുമായിട്ട് സംസാരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടാൽ, കോളിങ്ങും ചാറ്റിങ്ങും ഒക്കെ നമുക്കറിയാം, തീർച്ചയായിട്ടും അറിയാം. അത് പരിശോധിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല. പറയാം ഹക്കീമിന്റെ മുന്നിൽ, ഭരണാധികാരിയുടെ മുന്നിൽ, നടപടി എടുക്കാൻ പറ്റിയ ഭരണാധികാരിയുടെ മുന്നിൽ, അല്ലെങ്കിൽ ഇതേക്കുറിച്ച് പറയാൻ പറ്റിയ ആൾക്കാരുടെ മുന്നിൽ പറയാം, അല്ലാതെ പറയാൻ പറ്റൂല. പരിശുദ്ധ ഖുർആൻ അത് വളരെ വ്യക്തമാക്കി പറയുന്നുണ്ട്. പറയരുത്. നിങ്ങൾ പറഞ്ഞു പോയാൽ നിങ്ങളുടെ സർവ്വ നന്മകളും, ഹജ്ജ് ചെയ്താലും ഉംറ ചെയ്താലും സകാത്ത് കൊടുത്താലും അങ്ങനെയുള്ള സർവ്വ നന്മകളും അല്ലാഹു തആല അതേ സെക്കൻഡിൽ തന്നെ ഇല്ലായ്മ ചെയ്യും. മാത്രമല്ല, ആരാണോ ഈബത്ത് പറയുന്നത് ആ ഈബത്ത് പറയുന്നവരുടെ നന്മകൾ അതേ സെക്കൻഡിൽ ഇല്ലാതെയായിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് എവിടേക്കായിട്ടുണ്ട്? ആരുടെ ഈബത്താണോ പറഞ്ഞത് അവരുടെ അക്കൗണ്ടിലേക്ക് അല്ലാഹു തആല അതേ സെക്കൻഡിൽ തന്നെ ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത്. നഊദു ബില്ലാഹ്. എന്നിട്ടോ അവർ ശരിയായി തെറ്റ് ചെയ്തവരാണെങ്കിൽ, കേൾക്കണം, ശരിയായി തെറ്റ് ചെയ്തവരാണെങ്കിൽ സീന ചെയ്തിട്ടുണ്ടോ? സീന ചെയ്തതിന്റെ ശിക്ഷ ആരാണോ ഗീബത്ത് പറയുന്നത് അവർക്ക് അല്ലാഹു തആല നൽകുന്നതാണ്. അപ്പോൾ ആഖിറത്തിൽ, ദുനിയാവിൽ ചിലപ്പോ ഇന്ത്യൻ നിയമത്തിലല്ല, ഇസ്ലാമിക ഭരണകൂടമെടുത്ത് സിന സ്ഥിരപ്പെട്ടാൽ വ്യഭിചാരിക്ക് ശിക്ഷ ലഭിച്ചേക്കാം. പക്ഷേ വ്യഭിചാരിയുടെ ശിക്ഷ അതോടുകൂടെ ഇന്ത്യൻ നിയമപ്രകാരം മാത്രമല്ല, ഇസ്ലാമിന്റെ നിയമപ്രകാരം കഴിഞ്ഞെങ്കിൽ ആഖിറത്തിൽ അവർക്ക് ശിക്ഷയില്ല. എങ്കിൽ അതേ വ്യഭിചാരിയുടെ ശിക്ഷ ഒരു ഈബത്തൊരു വ്യക്തി പറഞ്ഞിട്ടുണ്ട്, ആ വ്യഭിചാരിയുടെ ഈബത്തൊരു വ്യക്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യഭിചാരിയുടെ ശിക്ഷ ആഖിറത്തിൽ ആരൊക്കെയാണോ പറഞ്ഞത് ഓർക്ക് കിട്ടും. നമ്മളങ്ങനെ ആരെ ഈബത്ത് പറഞ്ഞിട്ടില്ല ഇതുവരെ. അങ്ങനെ ആരും പറയൂല. പിന്നെ അപ്പുറത്തൊരു പെണ്ണ് പറഞ്ഞ സമയത്ത് ജസ്റ്റ് ഒന്ന് കേട്ടാ മതി. എന്ത്? വാട്സപ്പിൽ ഒരു മെസ്സേജ് കണ്ട്, സ്റ്റാറ്റസ് അല്ല, നമ്മുടെ സാധാരണ ഏതോ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് കണ്ട്, ആ മെസ്സേജ് കണ്ട് ഒരാളുടെ കുറ്റമാണ് അതിലുള്ളതെങ്കിൽ ആ കുറ്റം നമ്മൾ അംഗീകരിച്ചു. പ്രതികരിച്ചില്ലെങ്കിൽ അതിനെ നമ്മൾ അംഗീകരിച്ചു. ഓരോട് പറയണം, നിന്നോട് പറയേണ്ട ആവശ്യമില്ല. ശരിയാണെങ്കിൽ നിങ്ങൾ ആരോടാണോ പറയേണ്ടത് ഓരോട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോ കല്യാണ ആലോചന സമയത്തൊക്കെ കുട്ടികളുടെ ഗീബത്തൊക്കെ പറയാൻ പറ്റുമോ? ഇത് ശരിയായ ഒരു കാര്യമാണല്ലോ, ഒരു വസ്തുതയാണല്ലോ, അത് പറയാൻ പറ്റുമോ? വഷളാകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറയണം. കണ്ടുപിടിക്കുന്ന ഒരു ചങ്ങായിയാണ്, അവന് കണ്ടുപിടിക്കുന്ന ആളാണെങ്കിൽ പറയണം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയണം. കണ്ടുപിടിക്കാറുണ്ട്, ഒന്ന് ശരിയായി വരുന്നുണ്ട് എന്ന് പറയണം. അല്ലെങ്കിൽ അത് യോജിക്കൂലെങ്കിൽ അത് അവരോട് പറയേണ്ടി വരും. അല്ലാതെ നാട്ടിലുള്ള മുഴുവൻ ആളുകളോടും പറയേണ്ട ഒരു കാര്യവും ഇല്ല. പുതിയ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ ധാരാളം ആളുകൾക്കെതിരെ ഗീബത്തുകളാണ് ധാരാളം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരു മഹാനുണ്ട്, അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു. കേട്ടിട്ടില്ലേ നിങ്ങൾ?
അബൂ യസീദുൽ വിസ്സാമി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ഒരു സംശയം ചോദിക്കാൻ വേണ്ടി ഒരു പാഠശാലയിൽ വെച്ച് ഒരു സഹോദരിയുടെ വുളൂ മുറിഞ്ഞു. വുളൂ മുറിയുന്നത് ശബ്ദം കേട്ടിട്ടുണ്ട്. അബൂ യസീദുൽ വിസ്സാമി റളിയല്ലാഹു അൻഹുവിനോട് ആ പെണ്ണ് ഒരു സംശയം ചോദിക്കുമ്പോൾ അബൂ യസീദുൽ വിസ്സാമി റളിയല്ലാഹു അൻഹു പിന്നെ വീണ്ടും പറയാണ്. അപ്പോഴും പറയാണ് എന്ത് ഒരു 3-4 പ്രാവശ്യം ഉറക്കെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അങ്ങനെ വലിയ ശബ്ദത്തിൽ പറഞ്ഞപ്പോഴാണ് അബൂ യസീദുൽ വിസ്സാമി റളിയല്ലാഹു അൻഹു കേട്ടത് എന്നല്ല അങ്ങനെ പ്രതികരിച്ചത്. അല്ലാതെ എന്തിനെ ചോദിച്ചിരുന്നു. അതെന്തിനാണെന്നറിയോ? വുളൂ മുറിഞ്ഞ വിവരം ഈ അബൂ യസീദുൽ വിസ്സാമിയുടെ മുന്നിൽ വഷളാകരുതല്ലോ, അത് മൂപ്പര് അറിഞ്ഞിട്ടില്ല എന്ന് അറിയിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണ് ആരെയും ഫളീഹത്തിലാക്കാതെ ആരെയും വിഷമത്തിലാക്കാതെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഖുർആൻ പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തൗബ സ്വീകരിച്ചേക്കാം, വ്യഭിചാരിയുടെ തൗബ അല്ലാഹു സ്വീകരിച്ചേക്കാം. അതുപോലെ ഈബത്ത് പറഞ്ഞവര് ഇനിയൊരിക്കലും ഈബത്ത് പറയാനില്ല, ഇനിയൊരിക്കലും ഈബത്ത് പറയുകയും ഇല്ല. തീരുമാനമായിട്ടുണ്ട്, ഉറപ്പിച്ചിട്ടുണ്ട്. ആരുടെ ഈബത്താണോ പറഞ്ഞത് അവരോട് പൊരുത്തപ്പെടിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലാഹു അവരുടെ തൗബ സ്വീകരിക്കും. പിന്നെ ഖുർആൻ പറയുന്നു ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും. ഖുർആൻ പറയുന്നു നിങ്ങളെ കൂട്ടത്തിലുള്ള കുറച്ച് ആളുകളാണ് ഇത് പ്രചരിപ്പിച്ചത്. ആരോപണവുമായി വന്നത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ചെറുപ്പക്കാരാണ്, ചെറിയ ആളുകളാണ്. ആരാണ് ഇതിന് നേതൃത്വം വഹിച്ചത്? അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന ധിക്കാരിയായ മുനാഫിഖാൻ. ഓനാണിത് പറഞ്ഞു പരത്തി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. സുബ്ഹാനല്ലാഹ്. പിന്നെ ഖുർആൻ പറയാണ് ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും. നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഇത്യാദി കള്ളക്കഥകൾ മെനഞ്ഞുണ്ടാക്കിയപ്പോ അത് നിങ്ങൾക്കൊരു പ്രയാസമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അത് നിങ്ങൾക്ക് മോശമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ബൽ ഹുവ ഖൈറുൻ ലക്കും. ഇല്ല, നിങ്ങളെക്കുറിച്ച് അപവാദങ്ങൾ, നിങ്ങളെക്കുറിച്ച് ആരോപണങ്ങൾ ആര് പറഞ്ഞാലും അത് നിങ്ങൾക്ക് ഖൈറാണ് കേട്ടോ, അത് നിങ്ങൾക്ക് നന്മയാണ്. എന്താണ് പറയുന്നത്? നമ്മളെ കുറിച്ച് ഒരാളെ മോശപ്പെട്ടത് പറഞ്ഞാൽ നമുക്ക് ഖൈറാണ്, ദുനിയാവിൽ ഖൈറാണ്, ആഖിറത്തിൽ ഖൈറാണെന്ന് അല്ലാഹു തആല പറയുന്നത്. എന്താണ് അർത്ഥം? അതോടുകൂടെ നമ്മളെ കുറിച്ച് എന്താണോ മോശപ്പെട്ടത് ആളുകൾ പറയുന്നത് ആ മോശത്തരം നമ്മെ ഇല്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ. ഇനി ആളുകൾ എത്ര മെന്നുണ്ടാക്കിയിട്ട് കാര്യമില്ല, നമ്മൾ സംശുദ്ധരാണെന്ന് നമ്മളെ കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയ്ക്കെതിരെ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന ധിക്കാരിയായ മനുഷ്യൻ ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആരോപണങ്ങളുമായി രംഗത്ത് വന്നു. ആ ആരോപണത്തിന്റെ കഥ ഖുർആൻ വീണ്ടും പറയുകയാണ്. അത് നിങ്ങൾക്ക് ഖൈർ തന്നെയാണ്. ആയിഷ ബീവിയുടെ സംശുദ്ധത ലോക ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു കാരണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്തിനാണ് ഖുർആൻ ഇത് പറഞ്ഞത് എന്ന്. ആശങ്കയുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ അതിന്റെ മറുപടി തഫ്സീറിലൂടെ മഹാന്മാര് പറഞ്ഞു തരുന്നു. അത് അവർക്ക് ഖൈറാണ്. എന്താണ് ഖൈർ എന്നല്ലേ? ഈ സെക്കൻഡ് മുഖേന അല്ലാഹു തആല അവരുടെ സ്ഥാനം ഉയർത്തുകയാണ്. മാത്രവുമല്ല വിശ്വാസികൾക്കിടയിൽ ഏറ്റവും മഹത്വമുള്ള നേതാവായി ആയിഷ ബിബി റളിയല്ലാഹു അൻഹ മാറുകയാണ്. അങ്ങനെയാണ് ഒരു വിവാദങ്ങൾ ഉണ്ടായാൽ പിന്നെ അത് നന്നായി ശ്രദ്ധിക്കും അല്ലേ? നമ്മളെ കുറിച്ച് ഇല്ലാത്തത് ഒരാൾ പറഞ്ഞാല് നമ്മൾ അങ്ങനത്തെ ആളാണോ എന്ന് ആൾക്കാർ ശ്രദ്ധിക്കും. പിന്നെന്താ ബോധ്യപ്പെടാ? ഇല്ലാത്തത് പറഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ ആളാണെന്ന് മാത്രല്ല ഏറ്റവും നല്ലവരാണെന്ന് അവർക്ക് ബോധ്യപ്പെടും. അതിനൊരു അവസരം ഒരുക്കാണ്. സുബ്ഹാനല്ലാഹ്. ഇനി ആഖിറത്തിലോ? ആഖിറത്തിൽ ഈ സർവ്വ തിന്മകൾ പറഞ്ഞവരുടെയും ഏതെല്ലാം നന്മകളുണ്ടോ ആ നന്മകളുടെ പ്രതിഫലം അല്ലാഹു അവർക്ക് രേഖപ്പെടുത്തുന്നു. ഇനി നന്മകളില്ല
ഇല്ലെങ്കിൽ അല്ലാഹു തആല അവർക്ക് നന്മ പകരം വെച്ച് കൊടുത്ത് ആ പ്രതിഫലം ആരുടെ പേരിലാണോ പറഞ്ഞത് അവരിലേക്ക് അല്ലാഹു കൊടുക്കുന്നു. വലിയ ഓഫറാണ്. പക്ഷെ അതുകൊണ്ട് ആരുടെയും ഗീബത്ത് പറയാൻ നിൽക്കണ്ട. ഭാവി ജീവിതം അല്ലാഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. ഗീബത്ത് വളരെ മോശമാണ്. ഗീബത്ത് പറയുന്നവനും കേൾക്കുന്നവനും സൈമാണ്, അത് അംഗീകരിക്കുന്നവനും സൈമാണ് കുറ്റത്തിൽ. ഇതൊക്കെയാണ് ഖുർആൻ പറയുന്നത്. ലികുല്ലി ഇംദിഇൻ മിൻഹും മക്തസബ മിനൽ ഇസ്മി. ഓരോരുത്തരും ചെയ്തതിനനുസരിച്ചുള്ള പ്രതിഫലം അല്ലാഹു തആല ഓരോരുത്തർക്കും ശിക്ഷയായി രേഖപ്പെടുത്തും. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സത്വൃത്തരായ ഭാര്യക്കെതിരെ ആരോപണം പറഞ്ഞ ഓരോ വ്യക്തികളും പറഞ്ഞ് പ്രവർത്തിച്ച എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ ശിക്ഷ അവർ അനുഭവിച്ചിട്ടേ എന്തായാലും നിർവാഹമുള്ളൂ, അനുഭവിക്കുക തന്നെ ചെയ്യും. വല്ലദീ തവല്ലാ കിബ്റുഹു മിൻകും ലഹു അസാബുൻ അദീം. ഇത്രയൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലേ? എങ്കിൽ അല്ലാഹു തആല പറയാണ്, ആഖിറത്തിൽ നിങ്ങൾക്ക് ഒരുക്കി വെച്ചത് വേദനാജനകമായ ശിക്ഷയാണെന്ന് ഖുർആനിൽ അല്ലാഹു തആല വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈ ആരോപണം ഉണ്ടായ സമയത്ത് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു പിന്നെ വീട്ടിൽ വെച്ച് ഭാര്യ ചോദിച്ചു, നിങ്ങൾ കേട്ടോ ഇത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെതിരെ ആരൊക്കെ വ്യഭിചാര ആരോപണം പറഞ്ഞിട്ടുണ്ട്? ഞാൻ കേട്ടു. അപ്പോ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു തിരിച്ച് ചോദിക്കുകയാണ്, ആരാണ് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു? ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച മദീനയിൽ എത്തിപ്പെടുമ്പോൾ ആ മദീനയിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകം മുട്ടുകുത്തിയത് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു വീട്ടുവളപ്പിലാണ്. അതേ വീട്ടിലാണ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ആദ്യമായി താമസിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു സ്വഹാബിയാണ് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു. അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ ചോദ്യം കേട്ട് മഹാനവറുകൾ പറഞ്ഞു, ഞാൻ കേട്ടു, നീ വിശ്വസിക്കുന്നുണ്ടോ ആയിഷ ബീബി അങ്ങനെയൊക്കെ ചെയ്യുമെന്ന്? തിരിച്ച് ചോദ്യമാണ് ഭാര്യയോട്. ഇല്ല, ഞാൻ വിശ്വസിക്കുന്നില്ല ആയിഷ ബീബി അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നാ പിന്നെ നിന്നെക്കാൾ എത്ര? എങ്ങനെയല്ല, ചോദ്യം ഇങ്ങനെയാണ്, നീ അങ്ങനെ ചെയ്യോ? നീ അങ്ങനെ ചെയ്യുമോ? ഭർത്താവാണ് ഭാര്യയോട് ചോദിക്കുന്നത്. എന്തായാലും ഉണ്ടെന്ന് പറഞ്ഞാൽ പെട്ടോലെ. ഭാര്യ പറയാണ്, ഞാൻ അങ്ങനൊന്നും ചെയ്യൂല. അപ്പൊ അബൂ അയ്യൂബ് അൻസാരി ചോദ്യം പിന്നെയുള്ള മറുപടി, ഇന്നെക്കാൾ എത്രയോ മേലെയാണ്, ഇന്നെക്കാൾ എത്രയോ ശ്രേഷ്ഠതയുള്ള വനിതയാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ. മഹദി അവരോട് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ അവരോട് പറയാണ്, മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഒരിക്കലും ചെയ്യില്ല, എനിക്ക് വളരെ ഉറപ്പാണ്. പിന്നെ ഒരു സിമ്പിൾ ചോദ്യം തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പുറത്തുള്ളത് സഫ്വാൻ ഇബ്നു മുഅ്തസിൽ റളിയല്ലാഹു അൻഹു ആണല്ലോ. എന്നാൽ ഭർത്താവിനോട് ഭാര്യ ചോദിക്കുകയാണ്, അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു ഭാര്യ ചോദിക്കുകയാണ്, ഓ നിങ്ങൾ അറിയോ ഈ അതിന്റെ അപ്പുറത്തുള്ള ആളാരാണ്? അത് സഫ്വാൻ റളിയല്ലാഹു അൻഹു ആണ്. സഫ്വാൻ റളിയല്ലാഹു അൻഹു അങ്ങനെ വ്യഭിചാരം ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തിരിച്ചൊരു ചോദ്യമാണ്. അപ്പോ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു മറുപടി, ഇല്ല ഇല്ല, ഒരിക്കലും ചെയ്യില്ല. നിങ്ങളെക്കാൾ ഉന്നതയാണ്, വലിയ വലിയ സ്ഥാനമുള്ള ഒരാളാണ് സഫ്വാൻ ഇബ്നു മുഅ്തസിൽ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ചെയ്യില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സഫ്വാൻ ഇബ്നു മുഅ്തസിൽ റളിയല്ലാഹു അൻഹു അങ്ങനെ ഉണ്ടാകുന്ന അബദ്ധം ഉണ്ടാവുക എന്ന് ആ ഭാര്യ തിരിച്ചു ചോദിക്കുകയാണ്. ഇതാണ് മഹദിമാരെ കുറിച്ച്, മഹാന്മാരെ കുറിച്ച് മഹദിമാർക്കും അതുപോലെ മഹാന്മാർക്കുമുള്ള വിശ്വാസം. അവരിൽ അബദ്ധത്തിൽ പോലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല, ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ ഒരു മുഅ്മിനും സാധിക്കുകയില്ല. അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു ഇത് സന്തോഷത്തോടുകൂടെ പിൽക്കാലം മുഴുവനും ജീവിച്ചു. എന്താണ് ഏറ്റവും വലിയ സന്തോഷം അറിയോ?
ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യക്കെതിരെ ആരോപണം ഉണ്ടായപ്പോൾ അത് ഒരിക്കൽ പോലും അറിയാതെ പോലും അങ്ങനെ സംഭവിക്കുകയില്ല എന്ന് ഉറപ്പിച്ച എൻ്റെ ഭാര്യക്ക് ഏറ്റവും നല്ലൊരു സന്തോഷമാണ്. തിരിച്ചിങ്ങോട്ടും ഭർത്താവിനോടും നല്ല സന്തോഷമാണ്. ഒരിക്കൽ പോലും അങ്ങനെ ഒരിക്കലും ഒരു സംഭവം ഉണ്ടാവില്ല എന്ന് അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു വിശ്വസിച്ചെങ്കിൽ അതാണ് ഹരിമാരുടെയും മഹാന്മാരുടെയും ജീവിതം. അവർ അല്ലാഹുവിൽ പരമേൽപ്പിച്ച് അല്ലാഹ് എന്നുള്ള ചിന്തയാണ് അവരുടെ കൽബിൽ ഉണ്ടാകുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഈ മാസം സ്മരിക്കപ്പെടുന്ന വലിയ നേതാവല്ലേ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു. ഇന്നലെ അവരെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവരെ കുറിച്ച് നാം കുറച്ച് പറഞ്ഞു. മഹാനവറുകൾ വലിയ നേതാവാണ്. അല്ലാഹുവിന്റെ ഹബീബിന് അങ്ങേയറ്റം സ്നേഹം വെച്ച മഹാനാണ് ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു. അവിടുത്തെ പ്രിയപ്പെട്ട പേരക്കുട്ടിയാണ്. പേരക്കുട്ടിയായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു ആയിഷ ബീബി റളിയല്ലാഹു അൻഹയ്ക്കെതിരെയുള്ള ആരോപണം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരാളുടെ ചോദ്യമാണ്, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ മനുഷ്യനല്ലേ, സംഭവിച്ചുകൂടെ എന്ന് ഒരു ശിഷ്യന്റെ ചോദ്യമാണ്. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, ഇല്ല ഇല്ല, അവർ ലോക്കൽ മനുഷ്യരല്ല. മനുഷ്യരാണ്, പക്ഷേ ലോക്കൽ മനുഷ്യരല്ല. ഖുർആൻ പറഞ്ഞിട്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ നിങ്ങളുടെ പെണ്ണുങ്ങളെ പോലെയുള്ള സാധാരണ പെണ്ണുങ്ങളല്ല. നബി തങ്ങൾ സാധാരണ മനുഷ്യരല്ല, അതുപോലെ തന്നെ അവിടുത്തെ പെണ്ണുങ്ങളും സാധാരണ പെണ്ണുങ്ങളല്ല. ഇതാണ് നമ്മുടെ വിശ്വാസം. ഇതാണ് അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു അവിടുത്തെ ശിഷ്യനോട് പറയുന്നത്. ഞാനോ നിങ്ങളോ പോലെയുള്ള ആളല്ല. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ലോകത്തിലെ ഏറ്റവും നമ്പർ 1 വഹദിയല്ലേ. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി 48 കൊല്ലം ജീവിച്ച ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ലോകത്തെ ഏറ്റവും ഉദാത്തമായ വഹദിയാണ്. റമദാനിലല്ലേ അവരുടെ വഫാത്തുള്ളത്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ഖുർആൻ പഠിച്ച് അല്ലാഹുവിന്റെ ദീന് പെൺകുട്ടികൾക്ക് അതുപോലെ സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന മഹദിയല്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഞാൻ എന്തിനാണ് 48 കൊല്ലം നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ജീവിച്ചു എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്. നബി തങ്ങൾ കല്യാണം കഴിച്ചൊരു പെണ്ണിനെ പിന്നെ ഒരാൾക്ക് കല്യാണം കഴിക്കാൻ പറ്റൂല. നേരത്തെ ആർക്കെങ്കിലും കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ നബി തങ്ങൾ കല്യാണം കഴിച്ച് അവിടുന്ന് നബി തങ്ങൾ വഫാത്തിന് ശേഷം പിന്നീട് മറ്റൊരാൾക്ക് ഈ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റൂല. 48 കൊല്ലം വിവാഹ ജീവിതമില്ലാതെയാണ് മഹദി അവர்கள் ഉണ്ടായത്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വരുന്നത് തന്നെ 9 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പാണ്. 6ാമത്തെ വയസ്സിൽ നിക്കാഹ് കഴിഞ്ഞ് 9 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ ഏൽപ്പിക്കുകയാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. അതുകൊണ്ടല്ലേ ഓട്ടമത്സരം നടത്തിയത്. ചെറിയ കുട്ടിയാണ്. കുട്ടിയാവുമ്പോൾ അങ്ങനെയൊക്കെ വേണം, കുട്ടികളോട് കുട്ടിത്തം വേണം. ഓട്ടമത്സരം നടത്തിയിട്ടുണ്ട്. നബിയെ നമുക്ക് മത്സരം നടത്തിയാലോ? നടത്താം. 2 മത്സരം നടത്തി. ഒന്നിൽ ആയിഷ ബീവിയും മറ്റൊന്നിൽ മുത്തുനബിയും വിജയിച്ചു. അതങ്ങനെ ഒരു അവസരം കൊടുക്കണം ആൾക്കാർക്ക്. ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ മനസ്സറിഞ്ഞുകൊണ്ടും കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയിൽ ഏർപ്പെടണം. അത് നല്ല പുണ്യമാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമാശയിൽ ഏർപ്പെടുന്നത് പുണ്യാണ്. നമ്മുടെ ഭർത്താവ് എന്തെങ്കിലുമൊക്കെ തമാശ പറഞ്ഞാല് പിന്നെ നമുക്ക് പറയണ്ട അല്ലേ? ഭർത്താവ് പറയാൻ പറ്റിയ തമാശയെ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തമാശക്ക് ഞാൻ ഇന്ന് അപ്പുറത്തൊരു പെണ്ണോരോട് കമന്റ് ചെയ്തു, അല്ലെങ്കിൽ എനിക്കൊരു താല്പര്യം ഉണ്ടായി എന്നൊന്നും അങ്ങനെയുള്ള തമാശ ഒന്നും പറയരുത്. പറയാൻ പറ്റിയ തമാശയെ ഭർത്താവ് പറയാൻ പറ്റുള്ളൂ, ഭാര്യയും പറയാൻ പറ്റിയ തമാശയെ പറയാൻ പറ്റുള്ളൂ. ഭർത്താവ് ഭാര്യയുമായി യാത്ര
യാത്ര പോകണം, അത് വലിയ പുണ്യമാണ്. ഭാര്യയും ഭർത്താവും യാത്ര പോയാൽ അല്ലാഹു തആല അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളില്ലാതെയാക്കും. യാത്ര പോകണമെങ്കിൽ എന്ത് വേണം? ഭർത്താവിനെ കുറിച്ച് സോപ്പിടണം. അതൊക്കെ അതിന്റെ ഭാഗമാണ്. നമ്മൾ ബാക്കി ക്ലാസ്സുകളിലൊക്കെ തുടരും. അതൊക്കെ നമ്മൾ ഖുർആൻ വിശദീകരിച്ച് പറയുന്നുണ്ട്, ഓരോന്ന് വിശദീകരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഖുർആൻ വീണ്ടും പറയുന്നു, ലൗലാ ഇദ് സമിഅതുഹു വന്നൽ മുഅ്മിനൂൻ വൽ മുഅ്മിനാതു ബിഅൻഫുസിഹിം ഖൈറൻ വഖാലൂ ഹാദാ ഇഫ്കും മുബീൻ. സുബ്ഹാനല്ലാഹ്, ഒരു ആരോപണം കേൾക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാകുമെന്ന് പറയാതെ, അങ്ങനെ ഉണ്ടാകുമെന്ന് ചിന്തിക്കാതെ സുബ്ഹാനല്ലാഹ് അവർക്ക് പറയാമായിരുന്നില്ലേ? മുഅ്മിനീങ്ങളെ കുറിച്ച് നല്ലത് പറയാമായിരുന്നില്ലേ? ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാമായിരുന്നില്ലേ? മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ കുറിച്ചുള്ള ധാരണ നിങ്ങളുടെ മനസ്സിലെന്താണ്? ഖുർആൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അവരെ കുറിച്ച് നന്മ വിചാരിക്കാമായിരുന്നില്ലേ? അതുണ്ടാവില്ല എന്ന് പറയാമായിരുന്നില്ലേ? എന്ത് ധരിച്ചൂടായിരുന്നോ? അത് കേൾക്കുമ്പോഴേക്ക് അപ്പുറത്തേക്ക് സെൻഡ് ചെയ്യുന്നതിന് പകരം, അപ്പുറത്തേക്ക് പോയി പറയുന്നതിന് പകരം, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാമായിരുന്നില്ലേ? വഖാലൂ ഹാദാ ഇഫ്കും മുബീൻ. നിങ്ങളിൽ ഉണ്ടാകുന്ന ഈ ചെറുസംഘമുണ്ടല്ലോ, ആയിഷ ബിബി റളിയല്ലാഹു അൻഹയ്ക്കെതിരെ ആരോപണവുമായി വന്ന ഈ ചെറുസംഘം അല്ലാഹുവിന്റെ അടുത്ത് വലിയ ശിക്ഷക്ക് അർഹന്മാരാണ്. ഒരിക്കലും തന്നെ അല്ലാഹുവിന്റെ അടുത്ത് അവർ രക്ഷപ്പെടുകയില്ല. ഖുർആൻ പിന്നെ പറയുന്നതോ, ലൗലാ ജാഉ അലൈഹി ബിഅർബഅത്തിൻ ശുഹദാ. സാക്ഷി ചോദിച്ചില്ലേ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിനോട്? സാക്ഷി ചോദിച്ച മൂപ്പരെ മറുപടി എന്താ? മൂപ്പരെ മറുപടി, ഈ തെറ്റൊക്കെ ചെയ്യുമ്പോ ആരാണ് സാക്ഷിക്കുണ്ടാവുക? അത് നമ്മളല്ലേ കണ്ടിട്ടുള്ളൂ, ഇറങ്ങണത് നമ്മൾ കണ്ടതാണ്, പിന്നെ അങ്ങനെയാണല്ലോ ഒരു സ്വഭാവം. ഇങ്ങനെ പറഞ്ഞ് ഈ ഒരു ന്യായം പറയുകയായിരുന്നു, ഞൊടിന്യായം പറയുകയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ. ഫഇദാ ലം യഅതു ബിശ്വദാഇ, അവർക്ക് സാക്ഷി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല, തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആയിഷ ബീവിക്കെതിരെ മാത്രമാണോ ആരോപണം ഉണ്ടായിരുന്നത്? അതിന്റെ മുമ്പ് ആരോപണം ഉണ്ടായില്ലേ? നബിയുല്ലാഹി യൂസുഫ് നബി അലൈഹിസ്സലാം, അല്ലേ? ഖുർആൻ പറഞ്ഞ ഒരു ഒന്നാം നമ്പർ കഥയാണ്, അഹ്സനുൽ ഖസസ് എന്നാണ് സൂറത്ത് യൂസുഫിനെ കുറിച്ച് അല്ലാഹു വിശേഷിപ്പിച്ചത്. 4 ആളുകൾ കുറ്റക്കാരനല്ല എന്ന് ഖുർആൻ പറഞ്ഞതിൽ ഒരു വ്യക്തിയാണ് സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ ഈജിപ്തിലെ മിസ്ർ റാണികൾ വന്ന് കൈകുറിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്താ സംഭവം? യൂസുഫ് നബി അലൈഹിസ്സലാമിനെതിരെ ആരോപണവുമായി സലീഖ വന്നു. സലീഖ ലോക്കൽ ആളുകൾ കേട്ടോ, നിക്കലില്ല, നല്ല മഹദിയ സലീഖ. പിന്നെന്തേ അങ്ങനെ ഉണ്ടായത്? സ്വന്തം റൂമിന്റെ തൊട്ടടുത്ത റൂമിൽ ഒരു ചെറുപ്പക്കാരൻ, നല്ല ചെറുചെറുപ്പുള്ള ഒരു ചെറുപ്പക്കാരൻ നിൽക്കുമ്പോ ഏതൊരാൾക്കും ഒരു ആഗ്രഹം, ഒരു ചാൻസ് വന്നപ്പോ അങ്ങനെയാണ് സലീഖ കടന്നു പിടിക്കാൻ ശ്രമിച്ചത്. വിഷയം മനസ്സിലായി, സലീഖന്റെ അടുത്താണ് അബദ്ധവും മനസ്സിലായി. അങ്ങനെ സലീഖ എന്ത് ചെയ്തു? അബദ്ധം മനസ്സിലായപ്പോ ഈജിപ്തിലെ പെണ്ണുങ്ങളെ മുഴുവനും വിളിച്ചു. ഈജിപ്തിലെ പെണ്ണുങ്ങൾ പറഞ്ഞാൽ മനസ്സിലായോ? ഇന്നും അന്നും എന്നും ഈജിപ്തിലാണ് ഏറ്റവും നല്ല യുവതികളുള്ളത്. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സൗന്ദര്യമുള്ളവരുള്ളത്. ഇന്നും അന്നും ഇനി വരാനുള്ള കാലത്തും ഈജിപ്തിലാണ് ഏറ്റവും നല്ല സൗന്ദര്യവതികളായ ആളുകളുള്ളത്. ഈജിപ്ത് എന്ന് പറഞ്ഞാൽ മിസ്ർ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ നാട്ടിലൊക്കെ വരുമ്പോൾ മിസ്റിലാണ് ഏറ്റവും നല്ല സൗന്ദര്യ റാണികളായ പെൺകിടാക്കളുള്ളത്. ഇന്നും മിസ് വേൾഡ് മത്സരം ലോകതലങ്ങളിൽ നടക്കാറുണ്ട്. അതിൽ ഈജിപ്ഷ്യൻ പെണ്ണുങ്ങൾക്കാണ് ഫസ്റ്റ് കിട്ടാറുള്ളത്. ഒരു മുഅ്മിനായ മനുഷ്യനൊന്നും മിസ് വേൾഡ് മത്സരത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഈജിപ്ത് ഇസ്ലാമിക രാജ്യമാണെങ്കിലും അവിടെ ഇസ്ലാമിക സംസ്കാരം ഇല്ലാതെയാക്കപ്പെട്ടിട്ടുണ്ട് കുറേയൊക്കെ.
ഇനി എങ്കിലും ചെറിയ രൂപത്തിലൊക്കെ ഇസ്ലാമിക സംസ്കാരമുണ്ട്. അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റി ഉണ്ട്, അതുപോലെയുള്ള വലിയ സ്ഥാപനങ്ങൾ അവിടെയുണ്ട്. അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റിന്റെ സർട്ടിഫിക്കറ്റ്, ജാമിഅ മർകസ് സുഖാഫത്ത് സുന്നിയിൽ നിന്ന് അൽ-അസ്ഹരി എന്ന സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുന്ന സമയത്ത് അവിടുത്തെ വൈസ് ചാൻസലർ പറഞ്ഞത് ഓർക്കുകയാണ്, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാമിക പഠനം ഒരു കാലത്ത് നടത്തിയ വിദ്യാഭ്യാസ സ്ഥാപനമാണ് അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റി. മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു പഠിച്ച ഒരു സ്ഥാപനമാണ് അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റി. ഇന്ന് ആ യൂണിവേഴ്സിറ്റിക്ക് വലിയ നല്ല സ്കോപ്പുകൾ ഉണ്ടെങ്കിലും പക്ഷേ അത്രത്തോളം ആളുകൾ അവിടെ പഠിക്കുന്നില്ല. നമുക്കതിന്റെ സർട്ടിഫിക്കറ്റ് മർകസിൽ നിന്നാണ് കിട്ടിയത്. അൽഹംദുലില്ലാഹ്, അലി ജുമാ ഉൾപ്പെടെയുള്ള ആളുകളുടെ മുന്നിൽ വെച്ച് ആ സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്ന സമയത്ത് അവിടുത്തെ ഗ്രാൻഡ് മുഫ്തി അന്ന് പറഞ്ഞ വാചകമാണ്, അങ്ങനെയൊക്കെയുള്ള ഈജിപ്തിലെ പെണ്ണുങ്ങൾ വന്ന്, ലോക്കൽ പെണ്ണുങ്ങളല്ല ഈജിപ്തിലെ പെണ്ണുങ്ങൾ, അപ്പൊ വന്നിട്ട് എന്താണ് പണി? യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ ചുറ്റാം. ഒന്നിരിക്കൽ യൂസുഫ് നബി ചുറ്റാം, അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾ ചുറ്റാം. ചുറ്റുന്നു. സുബ്ഹാനല്ലാഹ്, പലരുടെയും കൈ മുറിക്കാണ്, മുറിഞ്ഞു പോവാണ്. കൈ എന്ന് പറഞ്ഞാൽ ആലങ്കാരിക പ്രയോഗമാണെന്ന് ആരും കരുതണ്ട. ജസ്റ്റ് ഒന്ന് നമ്മുടെ കൈ ഒരു ഉടക്കിലൊക്കെ തട്ടി ചെറിയ വേദന ഉണ്ടെങ്കിൽ നമ്മൾ പറയും കൈക്ക് പരിക്ക് പറ്റി, കൈ കുറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു പരിക്ക് പറ്റി, ചെറിയൊരു മുറി ഉണ്ടെങ്കിൽ അത് മുറിവിട്ടെന്ന് പറയും. കൈ മൊത്തം കുറഞ്ഞത് പോലെ ചിലപ്പോൾ തോന്നും. അതുപോലെ ആലങ്കാരിക പ്രയോഗമല്ല, കൈ ചോളം കൈ വരെ കുറഞ്ഞു പോയവരുണ്ട് എന്നാണ് കിതാബുകളിൽ കാണാൻ കഴിയുന്നത്. ചില ആളുകളുടേതൊക്കെ കഫ് മുറിഞ്ഞിട്ടുണ്ട്, ചിലരുടെ വിരല് മുറിഞ്ഞിട്ടുണ്ട്, ചിലർ സ്ക്രാച്ച് ആയിട്ടുണ്ട്. ആയിരങ്ങളല്ലേ രക്തത്തിൽ കുളിച്ചത് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യത്തിന്റെ മുന്നിൽ. പിന്നെ ഒരു പെണ്ണിന് ചോര വന്ന മറ്റു പെണ്ണ് ചിന്തിക്കൂലേ, ഞാനിത് മുറിക്കുന്നില്ല, ചുറ്റുന്നില്ല, ഞാനിത് ഒഴിവാക്കാണ് എന്ന് ചിന്തിക്കൂലെ? ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ അറിയോ? ആ ലഹരിയിൽ അത് അറിഞ്ഞിട്ടില്ല. അതെങ്ങനെ? നമ്മളൊക്കെ കല്യാണം കഴിഞ്ഞ ഉടനെ, നമ്മുടെ സഹോദരിമാർ മറ്റെല്ലാവരും കല്യാണം കഴിഞ്ഞ ഉടനെ ചിലപ്പോൾ ഫോൺ വിളിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫോൺ വിളിക്കുമ്പോൾ നടന്ന് വിളിക്കുമ്പോൾ ഏതോ ചവരനൊക്കെ തട്ടിയിട്ടുണ്ടാവും. അപ്പൊ അത് അറിഞ്ഞിട്ടുണ്ടാവില്ല. കുറച്ചേരം കഴിഞ്ഞ് എല്ലാം ഫോണൊക്കെ ഓഫ് ചെയ്തപ്പോഴാണ് സുബ്ഹാനല്ലാഹ് അവിടെ ഒരു മുറി അല്ലെ ചെറിയൊരു വേദന. എന്താ സംഭവിച്ചേ? പിന്നെ കുറെ നേരം ചിന്തിച്ചപ്പോഴാണ് അങ്ങനെ ഫോൺ വിളിക്കുമ്പോൾ തട്ടിപ്പോയതാ മനസ്സിലാവും. അറിയൂല. ലോകത്തെ ഏറ്റവും വലിയ മിസ് വേൾഡുകളായ സ്ത്രീകൾ വലയം ചുറ്റിക്കൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യത്തിന്റെ മുന്നിൽ അവരവരുടെ ശരീരവയവങ്ങൾ, കൈകളും അതുപോലെ കൈത്തട്ടകളും വെല്ലുകളും മുറിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് എതിരെ രണ്ടാമതായി വ്യഭിചാര ആരോപണം ഉന്നയിക്കുകയാണ് ജനങ്ങൾ. ആദ്യം ഉന്നയിച്ചത് യൂസുഫ് നബിക്കെതിരെയാണ്. പിന്നെ വിശ്വാസികളായ ആളുകൾക്കിടയിൽ അങ്ങനെയുള്ള ആരോപണങ്ങളൊന്നും കുറെ കാലത്തുണ്ടായില്ല. പിന്നെ ഉണ്ടായത് ആയിഷ ബീബിക്കെതിരെയാണ്. അതുകൊണ്ട് തന്നെ ആയിഷ ബീബിക്കെതിരെയുള്ള ആരോപണം കൃത്യമായി പറഞ്ഞുകൊണ്ട് ഖുർആൻ ഇവിടെ പറയുന്നു, ലൗലാ അലൈഹി ലൗലാ ജാഉ അലൈഹി ബിഅർബഅത്തിൻ ശുഹദാ, അവർക്ക് 4 സാക്ഷികളെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഫൈദാ ലം യഅതു ബിശുഹദാഇ ഫഉലൈക ഇൻദല്ലാഹി ഹുൽ കാസിബൂൻ, അവർ അല്ലാഹുവിന്റെ അടുക്കൽ കളവ് പറഞ്ഞവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആരോപണം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു, പിന്നെ അല്ലാഹു തആല പറയുന്നു, ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടും പിന്നെയും അല്ലാഹു തആല പറയുന്നു, അല്ലാഹുവിന്റെ കാരുണ്യവും റഹ്മത്തും അതുപോലെ തന്നെ അനുഗ്രഹവും അവരിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ, നിങ്ങളിൽ ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പിന്നെ അവസ്ഥ പറയണോ? ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് വളരെ വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമായിരുന്നു. നമ്മളും ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണത്. നമ്മൾ എത്രയും തെറ്റ് ചെയ്തു, എന്നിട്ട് നമ്മൾ തെറ്റ് ചെയ്തിട്ട് കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നോക്കിയിട്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തി കണ്ടോ? ഇല്ല. കാലുകൊണ്ട് ഹറാമിലേക്ക് നടന്നിട്ട് കാലിന്റെ ശക്തി നഷ്ടപ്പെടുത്തി കഴിഞ്ഞോ? ഇല്ല. കൈകൊണ്ട് ഹറാമ് പിടിച്ചിട്ട് കൈയിന്റെ സ്വാധീനം അല്ലാഹു ഇല്ലാതെയാക്കിയോ? ഇല്ലല്ലോ. ബുദ്ധി കൊണ്ട് ഹറാമ് ചിന്തിച്ചപ്പോ
നമ്മുടെ ബുദ്ധി അല്ലാഹു ഉന്മൂലനം ചെയ്തോ? ഇല്ല ഇല്ല. ഏതെങ്കിലും ഒരു രാജാവിന്റെ മുതലാളിയുടെ കീഴിൽ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ ആ മുതലാളിക്ക് ഇഷ്ടമില്ലാതെ നമ്മുടെ അടുത്ത് ഉണ്ടായാൽ മുതലാളി എന്ത് ചെയ്യും? തൽക്കാലം ഇവിടെ നിങ്ങളുടെ സേവനം ആവശ്യമില്ല, മറ്റൊരു സ്ഥലം നോക്കിക്കോ എന്ന് പറയും. അല്ലേ? നമ്മൾ ഒഴിവാക്കും. നമ്മളോട് കരുണ ചെയ്തിരുന്ന ഏതെങ്കിലും പണക്കാർക്ക് അവർ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ചെയ്യും, ആ പണക്കാരൻ പിന്നെ നമുക്കൊരു സഹായം ചെയ്യൂല. അല്ലേ? അങ്ങനെ ഉണ്ടാവാം. എന്നാൽ അല്ലാഹു തആല എത്രയാണ് നമ്മളോട് കാരുണ്യം ചെയ്യുന്നത്, എത്രയാണ് നമ്മളോട് അല്ലാഹു കാരുണ്യം ചെയ്യുന്നത്. തെറ്റുകളിൽ ധാരാളം ചെയ്തിട്ടും അല്ലാഹു നമ്മളെ ശിക്ഷിക്കുന്നില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരാളെ മുന്നിലും അല്ലാഹു വഷളാക്കുന്നില്ല. ഇവിടെയും അല്ലാഹു ചിന്തിക്കാൻ, ഇനിയെങ്കിലും തൗബ ചെയ്യാൻ, നല്ലതുപോലെ ജീവിക്കാനുള്ള ഒരു മനസ്സുണ്ടായിക്കോട്ടെ എന്ന് അല്ലാഹു തആല കരുതുകയാണ്. ലമസ്സകും ഫീമാ ഖൽതും ഫീഹി അസാബുൻ അദീം. ഒരിക്കലെങ്കിലും അവർ ഇനിയെങ്കിലും ചിന്തിക്കട്ടെ, ഇനിയെങ്കിലും ഒരു തിന്മയിൽ നിന്ന് മാറി നിൽക്കട്ടെ. എത്ര അസാബുകളാണ് അടിക്കടി വന്നത്. സുനാമികൾ വന്നു. സുബ്ഹാനല്ലാഹ്, 20 കൊല്ലത്തിനിടക്ക് 50 പ്രകൃതി ദുരന്തം നമ്മുടെ കേരളത്തിൽ വന്നല്ലോ. എന്നിട്ട് നമ്മൾ പഠിച്ചോ? ഇല്ല ഇല്ല. ലോകം മുഴുവനും വെട്ടിയിലാക്കിയ കോവിഡ്-19 വന്നു. അല്ലേ? പരസ്പരം ജ്യേഷ്ഠ അച്ഛന്മാരും സഹോദര സഹോദരിമാരും സംസാരിക്കാത്ത അവസ്ഥ. എന്താണ് പ്രശ്നം? വീട്ടിലുള്ള ഉമ്മയും ഉപ്പയും തമ്മിൽ സംസാരിക്കാത്ത അവസ്ഥ കോവിഡ്-19 ആണ്. വലിയ അബദ്ധം, വലിയ അപകടമാണ്. അങ്ങനെ വലിയ വൈറൽ രോഗം തന്നു. ലോകം മുഴുവനും വലിയ പ്രയാസത്തിലായി. നമ്മുടെ തൊട്ടടുത്ത പ്രദേശമാകുന്ന വയനാട്ടിൽ ഒരു നാട് മൊത്തം ഒലിച്ചുപോയി. നമ്മൾ എവിടെ പഠിച്ചോ? ഫീമാ ഖൽതും ഫീഹി അസാബുൻ അദീം. ഇതുകൊണ്ടൊന്നും പാഠം ഉൾക്കൊള്ളുന്നില്ലേ? എത്ര എത്ര പ്രയാസങ്ങളാണ് അല്ലാഹു തന്നത്, എത്ര പ്രതിസന്ധികളാണ് അല്ലാഹു തന്നത്. ഇതിലൊന്നും ഉൾക്കൊള്ളുന്നില്ലേ? ഫീഹി അസാബുൻ അദീം. വേദനാജനകമായ ശിക്ഷ അവർക്ക് നാം നൽകുക തന്നെ ചെയ്യുമെന്ന് ഖുർആൻ പറയുന്നു. നമ്മുടെ സിറ്റിയിലെ പല കല്യാണങ്ങളും കാണാതെ പോവുകയാണ് പതിവെങ്കിലും. പലപ്പോഴും പങ്കെടുക്കൽ നിർബന്ധമായിട്ടുള്ള പല പരിപാടികളും പല കല്യാണങ്ങളിലും പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഉമ്മമാരുടെ മക്കളുടെ കല്യാണമല്ലെങ്കിലും മറ്റുള്ളവരുടെ, നമ്മുടെ പരിചയത്തിലുള്ളവരുടെ കല്യാണമല്ലേ, അവിടെ ആണും പെണ്ണും ഒരുമിച്ചല്ലേ ഇരിക്കുന്നത്. നഊദു ബില്ലാഹ്. ക്ഷണിച്ചിട്ട് ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നത് എങ്ങനെ? വേണമെങ്കിൽ കഴിച്ചോ, അത് തന്നെ നിന്നിട്ട്, ക്യൂ നിന്നിട്ട്. ഇങ്ങനെയാണോ ഇസ്ലാമിക കൾച്ചർ ഉള്ളത്? നഊദു ബില്ലാഹ്. നമ്മുടെ നാടിന്റെ പരിസരത്തൊക്കെ വ്യാപകമായി കല്യാണത്തിന്റെ മുമ്പ് മിഠായി കൊടുക്കുന്ന പരിപാടിയുണ്ട്. മിഠായി കൊടുക്കുന്ന പരിപാടി ഒരിക്കലും പ്രോത്സാഹനം നൽകുന്നില്ല, പക്ഷെ എതിർക്കേണ്ടതും അല്ല. മിഠായി കൊടുത്തോട്ടെ. ഒരു പെണ്ണിന് ഒരാൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ മിഠായി കൊടുത്തോട്ടെ, ഒരു കുഴപ്പമില്ല. ആ മിഠായി കൊടുക്കുന്നത് ഒരു വരവാണ്. 6 ലക്ഷം രൂപയുടെ മിഠായിയാണ് ഈ അടുത്ത് ഒരു സഹോദരൻ കൊടുത്തതായി എന്നോട് പറഞ്ഞത്. സഹോദരന്റെ കുടുംബത്തിൽ ഒരാൾ കൊടുത്തതായിട്ട് 6 ലക്ഷം. ഈ കല്യാണം കഴിക്കാൻ എത്ര ലക്ഷം വേണ്ടി വരും? ഈ ഇല്ലായ്മയുടെ കാലഘട്ടത്തിൽ നോട്ട് നിരോധത്തോടുകൂടി ഗൾഫിലെ സർവ്വ വരുമാനം നമുക്കറിയാം. കോവിഡ് വന്നതോടുകൂടെ നാട്ടിലെ വരുമാനം നമുക്കറിയാം. പിന്നെ ഇങ്ങനെയാണ് സർവ്വ ബിസിനസ്സും താറുമാറിലായ സാഹചര്യത്തിലും എൻഗേജ്മെന്റിന്റെ പേരിൽ നടക്കുന്ന ആർഭാടങ്ങൾ. നഊദു ബില്ലാഹ്. പഴയ കാലത്തൊക്കെ നമ്മുടെ നാട് മാതൃകയായിരുന്നു. എല്ലാ നാടുകളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു നമ്മുടെ നാട്. ഇപ്പോൾ നമ്മുടെ പരിസരങ്ങളിൽ പോലും നഊദു ബില്ലാഹ് എത്രയാണ് സംഭവങ്ങളുടെ. ഈ അടുത്ത് എൻഗേജ്മെന്റ് കഴിഞ്ഞ ഒരു പെണ്ണും ഒരാണുമായി ടൂറിന് പോയി. നഊദു ബില്ലാഹ്. അങ്ങനെ അവർ ടൂറിന് പോകാൻ പറ്റുമോ? ടൂറിന് പോയി പോകുന്ന വിവരം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് പരമാവധി അങ്ങനെ പോകരുത് എന്ന് പറയാനല്ലേ പറ്റുകയുള്ളൂ, തടയാൻ വേറെ വഴികളില്ലല്ലോ. ഇന്ത്യ രാജ്യമല്ലേ, അവരുടെ ഇഷ്ടപ്രകാരം നടത്താമല്ലോ. ടൂറിന് പോയി, ബീച്ചിലും അതുപോലെ തന്നെ അവർ പല സ്ഥലങ്ങളിലും പോയി, മൈസൂർ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും പോയി.
തമ്മിൽ തെറ്റി. ആ ഉള്ള സംഭവമാണ്, തൊട്ടടുത്ത ജില്ലയിൽ നടന്ന സംഭവമാണ്. ആളെ വ്യക്തിന്റെ പേരെടുത്തു എനിക്കറിയാം. നിക്കാഹിന്റെ മുമ്പ് തന്നെ രണ്ടുപേരും തെറ്റി. എന്താ തെറ്റിയത്? ടൂറിന് പോയിട്ട് അവര് റാഹത്തായവിടെ റൂമൊക്കെ എടുത്ത് താമസിച്ച് കാര്യങ്ങളൊക്കെ റാഹത്തായിരുന്നു. പിന്നെ എന്താണ്, പിന്നെ ഹസ്ബൻഡ് ആയിട്ടില്ല, ഭാവി ഹസ്ബൻഡാണ്. ഓൻക്കൊരു സംശയം, എൻഗേജ്മെന്റ് കഴിഞ്ഞ എന്റെ പെണ്ണ്, ഭാവി പെണ്ണ്, ആ പെണ്ണിന് ഞാനില്ലാത്തവരോട് കണക്ട് ഉണ്ടോന്നുണ്ട്. അങ്ങനെ മൊബൈലിൽ പുതിയ ആപ്പ് ഉണ്ടല്ലോ, മറ്റുള്ളവരുടെ മെസ്സേജ് ഒക്കെ നമുക്ക് ലഭിക്കുന്ന ആപ്പ് ഉണ്ട്, ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു ആപ്പ് എടുത്ത് ഇവരുടെ മെസ്സേജ് ഒക്കെ കൈമാറ്റം ചെയ്യുന്ന ഒരു അവസ്ഥ. അങ്ങനെ ഇവൾ എന്ത് ചെയ്തിട്ട് ഇടയ്ക്ക് പല ആളുകളുമായിട്ട് വീഡിയോ കോൾ ഉണ്ട്. പണ്ടൊക്കെ കൂടെ പഠിച്ച ക്ലാസ്മേറ്റ് ആയ ബോയ് ഫ്രണ്ടുകളായ പല ആളുകളുണ്ട്, അവരുടെ അവിടെ വീഡിയോ കോളിംഗ് ഉണ്ട്. ഇത് ഭർത്താവ് കണ്ടപ്പോ ഭർത്താവ് എന്ത് ചെയ്തു? അവള് വേണ്ടാന്ന് പറഞ്ഞ് ഒഴിവാക്കി. ഇത് ഒഴിവാക്കിയ സമയത്ത് ഭർത്താവിനെ കുറിച്ച് വീണ്ടും ഈ പെണ്ണ് അന്വേഷിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ഈ എൻഗേജ്മെന്റിന് ശേഷവും തന്നെ, ഈ ടൂർ കഴിഞ്ഞ ശേഷവും പല പെണ്ണുമായി പല സ്ഥലത്തേക്കും ഇവൻ പോയിട്ടുണ്ട് എന്നാണ്. ഇതാണ് പ്രശ്നം. വിവാഹത്തിന്റെ മുമ്പ്, നിക്കാഹിന്റെ മുമ്പ് കോണ്ടാക്ട് ഉണ്ടോ ഒരു പെണ്ണും ആണോ ഉറപ്പിച്ചു വെച്ചോളെ. വിവാഹ ശേഷം 5 കൊല്ലം, മാക്സിമം പോയ 10 കൊല്ലം, അതിന്റെ അപ്പുറത്തേക്ക് നല്ല നിലയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. പിന്നെ അള്ളാഹു എന്തെങ്കിലുമൊക്കെ അനുഗ്രഹം ചെയ്ത ഒരു പക്ഷേ ശരിയായേക്കാം. സാധാരണഗതിയിൽ അങ്ങനെ കൂടുതൽ ജീവിക്കാൻ കഴിയില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളോട് പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കണം. അമ്മമാരെ, നമ്മുടെ മക്കളാണ് നാളെയുടെ ഭാവിയുടെ വാഗ്ദാനങ്ങൾ.